ഹേ ഗായ്സ്, ദിസ് ഈസ് സോ ജാറീബ് ടാരോട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് അടുത്ത 2 ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് നോക്കാം. ആൻഡ് ഏഞ്ചൽ മെസ്സേജ് എന്താണെന്നും കൂടി നോക്കാം. അതുകൊണ്ട് തന്നെ പൈലായിട്ട് വെക്കുന്നില്ല. സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിയും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ വാട്സപ്പ് നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ മെസ്സേജ് ചെയ്യുക. ആരും തന്നെ ഡയറക്റ്റ് കോൾ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ഒരുപാട് കോൾസ് എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നല്ല പാടാണ്. അതുകൊണ്ട് എല്ലാവരും മെസ്സേജ് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ സെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ലോട്ട് ബുക്ക് ചെയ്യാം. പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ വാട്സപ്പിൽ പറയാം. ഓക്കെ, സോ ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ഒരുപാട് കോൾസ് വരുന്നു. അപ്പോൾ കോളിംഗ് സ്ലോട്ടുള്ളടത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇങ്ങനെ കുറേ കോൾസ് വരുമ്പോൾ അതും പാടാണ്. ഓക്കെ, സോ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും റേക്കി ഹീലിംഗ് സ്ലോട്ടും കോളിംഗ് സ്ലോട്ടും എല്ലാം തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾക്ക് നോക്കാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, അടുത്ത 2 ആഴ്ച എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കുക. ഫസ്റ്റ് കാർഡ് ജഡ്ജ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. 9 ഓഫ് സോഡ്സ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ എത്ര ട്രൈ ചെയ്തിട്ടും ശരിയാകുന്നില്ല എന്നൊരു നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഭയങ്കരമായിട്ടിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു കാര്യത്തിൻ്റെ തീരുമാനം നിങ്ങൾ ഈ ഒരു 2 വീക്സിൽ തന്നെ അറിയാൻ പോകുന്നു. മേ ബി അത് റിലേഷൻഷിപ്പ് വൈസ് എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. വെയിറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് ശരിക്കും ഇഷ്ടമുണ്ടോ, ഇനി ഇതിൽ നിന്നിട്ട് കാര്യമുണ്ടോ, മുന്നോട്ടേക്ക് എന്തായി തീരും എന്നുള്ളൊരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കരിയർ വൈസ് എന്തെങ്കിലും കാര്യങ്ങൾ, ജോബ് വൈസ് പുതിയൊരു ജോലിക്ക് ശ്രമിക്കുന്നവരോ, അല്ലാന്നുണ്ടെങ്കിൽ ഇനി ആ ഒരു ജോലിയിൽ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷനോ കാര്യങ്ങളോ, ക്യാഷ് വൈസ് എന്തെങ്കിലും പ്രശ്നങ്ങളോ. ഓക്കെ, സോ ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഈ ഒരു റീഡിങ്ങിൽ ഫുള്ളായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഒരു വെയിറ്റിംഗ് എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടിരിക്കുന്നൊരവസ്ഥ, മെൻ്റലി ഭയങ്കര ഒരു ആൻസൈറ്റി, സ്ട്രെസ്, ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കടുത്ത 2 ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സ്ട്രെങ്ത് വരാൻ പോകുന്നു. അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്ത് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയും അത് ശരിയാകുകയും ലൈഫിലൊരു ടേണിംഗ് പോയിൻ്റായി മാറാൻ പറ്റുകയും ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക. ഇവിടെ ഫസ്റ്റ് തന്നെ 9 ഓഫ് റോഡ്സ് ആണ്. അതായത് വെയിറ്റിംഗ്, ഭയങ്കരമായിട്ടൊരു വെയിറ്റിംഗ് ആണ് അതിനെ സൂചിപ്പിക്കുന്നത്. റിലേഷൻഷിപ്പിൽ ആ ഒരു പേഴ്സൺ തിരിച്ചു വരാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ക്യാഷ് വേസ് കാര്യമോ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരിക്കാം. അത് സോൾവ് ആകാൻ വേണ്ടിയിട്ടൊക്കെയുള്ളൊരു വെയിറ്റിംഗ് എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. രണ്ടാമതായിട്ട് ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാതെ, എന്നാൽ യൂണിവേഴ്സിൽ ആ ഒരു ട്രസ്റ്റ് കൊടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നൊരവസ്ഥയാണ്. ഓരോ ദിവസവും മുന്നോട്ടേക്ക് സ്ട്രഗിൾ ചെയ്ത് ഭയങ്കരമായിട്ടൊരു സ്ട്രഗ്ലിംഗ് പീരീഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. 9 ഓഫ് സൂട്ട്സ് വന്നിട്ടുണ്ട്. ആ ഒരു ബോട്ടം ഓഫ് ദി ഡെക്ക് കാർഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, ഒരു നെഗറ്റീവ് എനർജിയിൽ ചുറ്റപ്പെട്ടൊരു സിറ്റുവേഷനിലാണ് അറ്റ് പ്രസൻറ്റ് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു 2 വീക്സിൽ നിങ്ങൾക്കിതിനെ ഓവർകം ചെയ്ത് മുന്നോട്ടേക്ക് വരാൻ സാധിക്കും. ഒരു ഹീലിംഗ് പ്രോസസ്സ് ഇവിടെ തീർച്ചയായിട്ടും നടക്കുമെന്നതാണ് ഇവിടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് ആയിട്ടൊരു മെസ്സേജ് തരുന്നത്. നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും. അതൊരു നല്ലൊരു തീരുമാനവുമായിരിക്കും. സോ നമ്മൾക്ക് ബാക്കി കാർഡ്സ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് വന്നു ചേരും. അടുത്തൊരു 2 വീക്സ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോഴെന്താണ് ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ, അതിനെ ഓവർകം ചെയ്യാൻ, ഹീൽ ചെയ്യാനായിട്ട് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്കൊരു സ്ട്രെങ്ത് തരും. ഓക്കെ, ഭയങ്കര ഒരു ആൻസൈറ്റി, ഡിപ്രഷനിലൊക്കെ ഇരിക്കുന്നവർക്ക് ഈ ഒരു റീഡിങ് ഭയങ്കരമായിട്ട് റെസനേറ്റ് ആകും. അത്രയും പോസിറ്റീവായിട്ടാണ് നിങ്ങളുടെ സിറ്റുവേഷൻ ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇപ്പോഴത്തെ ആ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിനൊരു എൻഡിങ്, ഓക്കെ, ഒരു എൻഡിങ്സ് ആൻഡ് ബിഗിനിങ്സ് എന്ന് തന്നെ നമ്മൾക്ക് പറയാൻ സാധിക്കും. സോ നമ്മൾക്ക് നോക്കാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ,
തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സഹായം ഇവിടെ കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നത് എന്ത് സിറ്റുവേഷനിലാണോ അവിടെ നിന്നും നിങ്ങളെ കരകയറ്റാനായിട്ട് ഒരു എനർജി, വേറൊരു പേഴ്സൻ്റെ സാന്നിധ്യം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആരെങ്കിലും ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടാരറ്റ് കാർഡ് റീഡർ ആയിരിക്കാം. സോ അങ്ങനെ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ തന്നെ എത്രയൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ല. സോ തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ തന്നെ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പലർക്കും ക്യാഷ് വേസ് കാര്യങ്ങൾ ഇവിടെ പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട്. സോ ഈ ഒരു 2 വീക്സിൽ നിങ്ങൾക്കൊരു ക്യാഷ് ഫ്ലോ ഉള്ളതായിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു 2 വീക്സ് അതെല്ലാം സോൾവ് ചെയ്ത് പോകാൻ പറ്റുന്നൊരവസ്ഥ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, മെറ്റീരിയലിസ്റ്റിക്കായിട്ട് എന്തെങ്കിലും കാര്യങ്ങളോ അതേപോലെ തന്നെ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിലോ ഒക്കെ കൊടുത്തു തീർക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക. ഇവിടെ ദ ഹെറോഫൻ കിട്ടിയിട്ടുണ്ട്, 7 ഓഫ് കപ്സ് ആൻഡ് 10 ഓഫ് പെൻഡിക്കിളായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കൊരു അവസരം ജോലിയിലൊക്കെ ഈ ഒരു 2 വീക്സ് നിങ്ങൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ജോലി കിട്ടാനോ, ഓക്കെ, അതേപോലെ തന്നെ ഒരു വിസ കാര്യങ്ങൾ ട്രാവൽ റിലേറ്റഡും പോസിറ്റീവായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് വേറൊരു കാര്യം ഞാനിവിടെ ശ്രദ്ധിച്ചത്, സ്പിരിച്വലി കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും അമ്പലം അല്ലെങ്കിൽ പള്ളി, കുറേയും കൂടി അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്യുക, മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് കുറേയും കൂടി നിങ്ങൾ മനസ്സിലാക്കുകയും അത് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്കും വരുന്നുണ്ട്. പറഞ്ഞു തീർത്തില്ല, അതിനു മുന്നേ ഇവിടെ സൺ ഗാർഡാണ് കിട്ടിയിട്ടുള്ളത്. സോ അത്രയും പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് കാര്യങ്ങൾ അട്രാക്റ്റ് ആകുന്ന ഒരു സമയമായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം. ഓക്കെ, ഏസ് ഓഫ് കപ്പ് കിട്ടിയിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ഒരു 2 വീക്സ്, ഒരു 14 ഡേയ്സ്, ഓക്കെ, നിങ്ങൾ എപ്പോൾ ഈ റീഡിംഗ് കാണുന്നു അതിന് ശേഷമുള്ള 14 ദിവസത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയും. എന്താണോ ഒരു പ്രശ്നമായിട്ട് നിന്നിട്ടുള്ളത്, ഓക്കെ, അതിനൊരു ആശ്വാസം, ഒരു സമാധാനം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടും ആ ഒരു പ്രശ്നത്തിനെ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കും വരുന്നതായിട്ടാണ് കാർഡ്സിൽ കാണിക്കുന്നത്. നിങ്ങൾ മേ ബി സോൾവ് ആകില്ല, ഈ ഒരു പ്രശ്നം മുന്നോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും, ഇതിൽ നിന്നും എനിക്ക് ഓവർകം ചെയ്ത് വരാൻ സാധിക്കില്ല എന്നൊക്കെയുള്ളൊരു നെഗറ്റീവ് തോട്ട്സ് ഉണ്ടായിരിക്കാം. പക്ഷേ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഹീലായി മുന്നോട്ടേക്ക് വരാൻ സാധിക്കും എന്നത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഇപ്പോൾ ഒറ്റയ്ക്കാണ്, ഒറ്റപ്പെട്ടൊരവസ്ഥയാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. ആരും ഹെൽപ്പിനില്ല അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു തോട്ട്സ് ഭയങ്കരമായിട്ട്, അങ്ങനെ ഒരു ചിന്തയാണ്, ആരും എന്നെ സഹായിക്കില്ല അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായി പോയി എന്നുള്ളൊരു തോന്നൽ ഭയങ്കരമായിട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതും ഒരു നെഗറ്റീവ് എനർജിയാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക, എല്ലാം യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. നിങ്ങൾക്കൊരു സഹായം തീർച്ചയായിട്ടും കിട്ടും. 2 ആഴ്ചയിൽ തന്നെ ഈ ഒരു സിറ്റുവേഷൻ ഒരു മാറ്റം വരും. ഈ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് മാറി കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഹീലാകും. ഏറ്റവും കൂടുതലൊരു പ്രശ്നം, നിങ്ങൾക്കൊരു ഹീലിംഗ് ഇവിടെ ആവശ്യമാണ്. പാസ്റ്റ് ലൈഫ് ട്രോമ അല്ലെങ്കിൽ അടുത്ത സമയത്ത് നിങ്ങൾക്ക് ഒട്ടും താങ്ങാനാവാത്ത കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ചെങ്കിലും ഒരു റിക്കവറായി വരിക എന്നുള്ളത് അത്യാവശ്യമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് പോസിബിളായി കിട്ടുന്നു. നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് കുറേയും കൂടി ഓക്കെ ആകുന്ന ഒരു സിറ്റുവേഷനാണ്. ഭയങ്കര ഒരു ആൻസൈറ്റി, സ്ട്രെസ്, ഡിപ്രഷനിലൂടെ ഒക്കെ കടന്നു പോകുന്നവർക്ക് ഈ ഒരു റീഡിങ് ഏറ്റവും കൂടുതൽ റെസനേറ്റ് ആകുന്നത്. ഓക്കെ, മെൻ്റലി കുറച്ചൊന്ന് ഓക്കെ ആകുന്നു, കുറച്ചൊന്ന് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നു, മാക്സിമം ബിസി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, ഓവർ തിങ്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ മാറാനായിട്ട്. സോ നമ്മൾക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, എയ്റ്റ് ഓഫ് ഫ്രൂട്ട്സ് കിട്ടിയിട്ടുണ്ട്. റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. 8 ദിവസത്തിലൊക്കെ നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു കോൾ മെസ്സേജിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കും റീകൺസിലേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കും ഇവിടെ പോസിറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ഒരു മാറ്റം 2 ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു 8 ദിവസത്തിൽ തന്നെ ആ ഒരു മാറ്റം വരാനുള്ള ഒരു ചാൻസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ ഇപ്പോഴും ഇഷ്ടമാണ് അല്ലെങ്കിൽ റീകൺസിലേഷൻ സംഭവിക്കണമെന്ന് ആ ഒരു പേഴ്സണും ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇനി മുന്നോട്ടേക്കെല്ലാം ഫാസ്റ്റായിട്ട് തന്നെ നടക്കും. നിങ്ങൾ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കാതിരുന്നാൽ മാത്രം മതി. നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അടുത്ത സമയത്ത് നടന്നിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇപ്പോഴും നിങ്ങൾ സ്റ്റക്കാണ്.
സോ നിങ്ങൾ ഒറ്റയ്ക്കല്ല, എപ്പോഴും യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട്, നിങ്ങൾ ഭയങ്കരമായിട്ടൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു സോളാണ്. പിന്നെ എന്തിന് ടെൻഷനാകണം, ഒറ്റയ്ക്കായി പോയി എന്നുള്ളൊരു ചിന്ത ഇവിടെ ആവശ്യമില്ല എന്നതാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾക്കിന്ന് കിട്ടിയിട്ടുള്ളൊരു മെസ്സേജും അത് തന്നെയാണ്. നമ്മൾക്ക് എന്തായാലും കുറച്ച് കാർഡ്സും കൂടി നോക്കാം. അത്രയും പോസിറ്റീവായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. റിലേഷൻഷിപ്പിലും ഒരു കോണ്ടാക്റ്റൊക്കെ കിട്ടാനുള്ളൊരു ചാൻസാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത്. ഓക്കെ, സോ 2 വീക്സ് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുതരും. നമ്മൾക്ക് കുറച്ച് കാർഡ്സ് കൂടി നോക്കാം. ഏഞ്ചൽ നമ്പേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ മെയിൻലി ന്യൂ ബിഗിനിങ്സിനെ സൂചിപ്പിക്കുന്നത് 1111, 111, അതേപോലെ തന്നെ 999 ഒക്കെ കാണാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതായത് 999ഉം 1111 ഈ ഒരു പാറ്റേൺസ് ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം എൻഡായതിന് ശേഷം ഒരു പുതിയ തുടക്കം വരുന്നു. അതായത് ആ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് എൻഡായതിന് ശേഷം ഒരു സന്തോഷം തരുന്ന, സമാധാനം തരുന്നൊരവസ്ഥയിലേക്ക് നിങ്ങളുടെ ജീവിതം ഡേ ബൈ ഡേ ഓരോ മാറ്റങ്ങൾ വന്ന് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് വരുന്നു. പെട്ടെന്നൊരു ദിവസം എല്ലാം മാറുന്നു എന്നല്ല, ഇവിടെ അത്രയും പാസ്റ്റ് ലൈഫ് ട്രോമയുണ്ട്. ഡേ ബൈ ഡേ നിങ്ങളുടെ മെൻറ്റൽ ഹെൽത്ത് ആയിക്കോട്ടെ എല്ലാം തന്നെ ഒരു ബേബി സ്റ്റെപ്പെങ്കിലും നിങ്ങൾക്കും എടുത്തു വെക്കാൻ സാധിക്കട്ടെ, മെഡിറ്റേഷനിലൂടെയോ അല്ലെങ്കിൽ യോഗയിലൂടെയോ. സോ നമ്മൾക്ക് നോക്കാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് തന്നെ ഹോൾഡിംഗ് സ്പേസ് ഫോർ ലവ് എന്ന് പറയുന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ഫോർ ദ എമർജൻസ് ഓഫ് ഹോപ്പ് എന്ന് പറയുന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ഡ്രീമിംഗ് എന്ന് പറയുന്നൊരു കാർഡും കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം നടന്നിട്ടുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. മേ ബി നിങ്ങൾക്ക് ഭയങ്കര ഒരു മെൻ്റലി ഒരു സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ളൊരു സംഭവമായിരിക്കാം നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ഡൗൺ ആക്കുന്ന, മെൻ്റലി ഭയങ്കര ഒരു ആൻസൈറ്റി, സ്ട്രെസ്സൊക്കെ കൊണ്ടു തരുന്ന, ഡിപ്രഷനിലേക്ക് പോകുന്ന കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാവുക. പക്ഷേ അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഓക്കെ, ആ ഒരു സിറ്റുവേഷനെ ഇനി ഒരു മാറ്റം വരുത്താൻ നമ്മൾക്ക് സാധിക്കുകയില്ല. അത് പാസ്റ്റാണ്, കഴിഞ്ഞു പോയിരിക്കുന്നു. എന്നിട്ടും നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. പക്ഷേ അടുത്ത 2 ആഴ്ച നിങ്ങൾക്ക് ഒരു മാറ്റം വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, യൂണിവേഴ്സിൻ്റെ ആ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നൊരു സമയമാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പ്രതീക്ഷ, മുന്നോട്ടേക്കും ഇനിയും ജീവിതമുണ്ട്, ഇനിയും കാര്യങ്ങളെല്ലാം തന്നെ പോസിറ്റീവായിട്ട് നടക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ടേക്കും ചെയ്തു തീർക്കാനുണ്ട് എന്നൊരു പ്രതീക്ഷ നിങ്ങൾക്ക് വരുന്നു. ഓക്കെ, ക്ഷമയോടുകൂടി കാത്തിരിക്കാനും യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യാനും ഒരു ഡിവൈൻ പ്ലാൻ ഉണ്ട്. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട്. അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോഴും കിട്ടുമ്പോഴും എല്ലാത്തിനും അതിൻ്റേതായ സമയങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും. നിങ്ങൾക്ക് എന്തുണ്ടോ അതിൽ സന്തോഷിക്കാൻ കഴിയുന്നൊരു സിറ്റുവേഷനിലേക്ക് വരും. ഗ്രാറ്റിറ്റ്യൂഡ്, ഓക്കെ, നിങ്ങൾക്ക് എന്തുണ്ടോ അതിലൊരു ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും യൂണിവേഴ്സിൻ്റെ അടുത്ത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. നിങ്ങൾ ഇനിയും മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ലൈഫിൽ അട്രാക്റ്റ് ആകും എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വന്നു തുടങ്ങും. സ്ട്രോങ്ലി അത് നിങ്ങളിലേക്ക് വന്ന് ചേരുകയും ചെയ്യും. അതാണ് ഇനിയും മുന്നോട്ടേക്ക് നടക്കാൻ പോകുന്നത്. ഭയങ്കര ഒരു മാറ്റമാണ്. ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നൊരു സിറ്റുവേഷനാണ്. അതാണ് നിങ്ങളുടെ പ്രശ്നം. പാസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, പക്ഷേ പതുക്കെ പതുക്കെ അതിനൊരു മാറ്റം വരും. നിങ്ങൾക്ക് ഇനിയും ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ യൂണിവേഴ്സിൽ ആ ഒരു ട്രസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കും. ഇനിയും മുന്നോട്ടേക്ക് പോസിറ്റീവ് കാര്യങ്ങൾ തന്നെ നടക്കും. ഓക്കെ, സോ മാനിഫെസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. ആ ഒരു മാറ്റം അത് നല്ലതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും ശരി, ഒരുപാടൊരു ഡിപ്രഷൻ സ്റ്റേജിലൂടെയൊക്കെ പോകുന്നവർക്ക് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ശരി അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യമാണ്. സോ ഒരു പുതിയ തുടക്കമാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നമ്മൾക്ക് ഫുള്ളായിട്ട് കാണാൻ സാധിക്കുന്നത്. സോ ഹാപ്പി ആയിട്ടിരിക്കുക. അത് അക്സെപ്റ്റ് ചെയ്ത് എന്ത് സിറ്റുവേഷനാണോ അതിനെ ഓവർകം ചെയ്യാനുള്ളൊരു സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് കിട്ടട്ടെ. എല്ലാ കാര്യങ്ങളും, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരട്ടെ. ഒരു റീകൺസിലേഷൻ, റീയൂണിയൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സാമ്പത്തികപരമായ കാര്യത്തിനും ഒരു മാറ്റം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളും കാര്യങ്ങളും എല്ലാം ഉള്ള ആൾക്കാരാണ്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും മുന്നോട്ടേക്ക് ചെയ്യാനുണ്ട്. ഇവിടെ സ്റ്റക്കായി നിന്ന് നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കാതിരിക്കുക. ഓക്കെ,
സോ ഒരുപാട് അവസരങ്ങൾ മുന്നോട്ടേക്ക് വന്നു ചേരും. കരിയർ വൈസ്, ക്യാഷ് വൈസ് കാര്യത്തിൽ, ജോബ് റിലേറ്റഡ്. ഓക്കെ, ഒരു ക്യാഷ് ഫ്ലോ നിങ്ങളുടെ ലൈഫിലുണ്ടായിരിക്കും. ക്യാഷാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി കാര്യങ്ങൾ മാറി കിട്ടുന്നതാണ്. സോ ഒരു പ്രതീക്ഷ കൈവിടാതിരിക്കുക. നിങ്ങളിലേക്ക് പോസിറ്റീവ് കാര്യം അട്രാക്റ്റ് ആകും. സോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ.